ഹലോ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ദൈവം സമൃദ്ധമായ അനുഗ്രഹങ്ങളും അബണ്ടൻസും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ 2025 എല്ലാവർക്കും എന്താ പറയണ്ടേ പൂണിയട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പം സമയത്ത് ഇനിയിപ്പം പുതിയ വർഷം തുടങ്ങണം. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യണം. അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ പറയുക, ഒരു സന്തോഷവും ഒരു സമാധാനവും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം അതിലാദ്യമായിട്ട് ഒന്നാണ് ഈ അഫർമേഷൻസ് എന്ന് പറയും. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ അഫർമേഷൻസ് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന എന്ത് കാര്യമുണ്ടല്ലോ, നമ്മുടെ വാക്കുകൾക്കൊക്കെ ഭയങ്കര ഒരു കാന്തിക പ്രഭാവമുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞില്ല, ഭയങ്കരമായിട്ട് അത് നമ്മൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതെല്ലാം ഫീഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഈ 2025 നമ്മൾ മനഃപൂർവ്വം നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങളെ പറ്റി ഈ അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് ദൃഢപ്രതിജ്ഞ കൊടുത്തു വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയുകയാണ്, ഐ അട്രാക്റ്റ് മണി ഡേ ബൈ ഡേ. ഞാൻ ദിവസം തോറും പണത്തെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവസം തോറും എൻ്റെ സൗന്ദര്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവസം തോറും ഞാൻ പരിപൂർണ ആരോഗ്യവാനായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് ഓരോരോ കാര്യത്തിന് നമുക്ക് ഇങ്ങനെ ഈ അഫർമേഷൻസ് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പം ഇന്ന സമയത്ത് ചെയ്യണമെന്നില്ല. നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴാണെങ്കിലും എന്ത് കാര്യം നമ്മുടെ മനസ്സിലിങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടുകയല്ലേ, ആ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ അഫർമേഷൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമുക്ക് സൗന്ദര്യത്തിന് പറയാം, നമ്മുടെ ആരോഗ്യത്തിന് പറയാം, നമ്മുടെ സമ്പത്തിന് പറയാം, നമ്മൾക്ക് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഒരു എന്താ പറയണ്ടേ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ അഫർമേഷൻസ് പറയാം. എല്ലാത്തിനും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മളിത് റിപ്പീറ്റേഷൻ നമ്മുടെ മനസ്സിലിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. നിരന്തരം അത് തന്നെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സൊരു പൊട്ടനാണ്. അപ്പോൾ അത് വിശ്വസിക്കും, ഇതൊക്കെ സത്യമാണല്ലോ എന്നുള്ള രീതിയിൽ പുള്ളി പിന്നെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പം എപ്പോഴും നമ്മൾ നല്ല ചിന്തകൾ മാത്രം ഈ മനഃപൂർവ്വം കേട്ടോ, നമുക്ക് പെട്ടെന്നൊന്നും അത്ര പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ നിന്നുള്ള ആ ഒരു ഇതിനെ എടുത്ത് മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നിറയ്ക്കാൻ പറ്റത്തില്ല. നെഗറ്റീവ് തന്നെയാണ് നമ്മുടെ മൈൻഡിലുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം ഇത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം നമുക്കുണ്ടല്ലോ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മളെല്ലാത്തിനും നമ്മൾ നന്ദി പറയണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കണമെന്ന് പറഞ്ഞാൽ, അത് ഗ്രാറ്റിറ്റ്യൂഡ് അത് ഭയങ്കര നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിത്തരും. അത് നിങ്ങൾ എഴുതി വെച്ച ഒരു ബുക്കും പേപ്പറിൽ നമ്മൾ അഫർമേഷൻസ് പറയുന്നത് പോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് കിട്ടിയ നിരവധി അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയണം. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതെ, ഇത് കണ്ടോ, അതെൻ്റെ കബോർഡാണ്. അതിൽ മൊത്തം ഞാൻ എന്താണെന്നറിയാമോ, എൻ്റെ ഈ അഫർമേഷൻസാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഡെയിലി. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ ഞാനത് വായിക്കും. എന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കിട്ടിയത് ഓർത്ത് ഞാൻ നന്ദി പറയും. അവിടെ കണ്ടോ, ബെഡിൻ്റെ അവിടെ ഇതാക്കിയിട്ട് താങ്ക്സ്, അത് കിട്ടിയതായിട്ട് നന്ദി ഒക്കെ പറഞ്ഞ് ഞാൻ കിടക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കണ്ണ് ആദ്യം അങ്ങോട്ടായിരിക്കും പോകുന്നത്, പിന്നെ ഇങ്ങോട്ട് വരും, ഈ ഇതിലേക്ക് വരും. അതായത് നമ്മളിങ്ങനത്തെ അഫർമേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതൊക്കെ ചുമ്മാതല്ല, നോക്കാം അല്ലെ ഗൂഗിളിൽ സെർച്ച് നോക്കാം. ഇതൊക്കെ ഒന്നും അറിയാതെയല്ലല്ലോ ആൾക്കാർ പടച്ചു വിടുന്നത്. ഇതൊക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് ശാസ്ത്രീയ വശമൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഇതൊക്കെ പറഞ്ഞു വിടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിൽ നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യണം കേട്ടോ, എന്നെങ്കിൽ മാത്രമേ അതൊക്കെ നമുക്ക് നടക്കുകയുള്ളൂ. അത് ഞാൻ ആദ്യമായിട്ട് പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇതേപോലെ അഫർമേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ട് എന്ത് ഇത് കിട്ടിയാലും ഞാൻ ഉടനെ കൊണ്ടുപോയി എഴുതി വെക്കും. എനിക്ക് എന്ത് പുതിയ അറിവുകൾ കിട്ടിയാലും അത് ഞാൻ അപ്പം തന്നെ നോട്ട് ചെയ്യും, പിന്നെ അവിടെ ഞാൻ ഒട്ടിച്ച് വെക്കും. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ എനിക്ക് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനഃപൂർവ്വം ഉണ്ടല്ലോ നമ്മുടെ ജീവിതം നമുക്ക് കരുപിടിപ്പിക്കുക. അതായത് നമ്മുടെ ജീവിതം ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി ആവണം. അല്ല, പല കാര്യങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ, അത് നമ്മൾ മനസ്സിലാക്കണം, അത് കണ്ടെത്തണം. അപ്പോൾ അതിന് നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതും ഇങ്ങനെ അഫർമേഷൻസ് പറയുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നതും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ മാത്രം നമ്മുടെ സമ്പർക്കം ഉള്ളതൊക്കെ നമുക്ക് അതിന് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ, എപ്പോഴും കുറ്റം പറയുന്നവർ, അല്ലെങ്കിൽ എപ്പോഴും ഇതൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് നമ്മൾ 2025 മനഃപൂർവ്വം ഒരു ഗ്യാപ്പ് ഇട്ട് നോക്കിക്കുക. നിങ്ങളുടെ ലൈഫ്
ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടൊരു മാറ്റം കൊണ്ടുവരും. കാരണം വെച്ചാൽ നമ്മുടെ ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മളെ ഉയരാൻ വിടിയല്ല അവർ. മനസ്സിലാവുന്നുണ്ടോ? അവരും ഉയരിയല്ല, നമ്മളും ഉയരിയല്ല. നമ്മൾ പിന്നെ അവരുടെ അതേ ലെവലിലേക്ക് നമ്മൾ മാറും. അപ്പം നമുക്കങ്ങനെയല്ല. നമ്മൾ എപ്പോഴും നമ്മൾ എന്താ പറയണത്, നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതവും അത് എന്താ പൈസ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സമാധാനം ആയിക്കോട്ടെ, സന്തോഷം ആയിക്കോട്ടെ, അല്ലേ, എല്ലാം കൊണ്ടും നമുക്കിത് വേണം. പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും കേട്ടോ. അതായത് എപ്പോഴും ഇതേപോലെ ഹൈ ലെവൽ അങ്ങനെ അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളും ഉണ്ടാവും, താഴ്ചകളും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു താഴ്ച വന്നാലും അതിലൊരു പോസിറ്റീവ് വശം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ 2025 നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം കേട്ടോ. എല്ലാ രീതിയിലും നമുക്ക് എന്തെങ്കിലും നമ്മൾക്ക് വേണ്ടാത്ത ശീലങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കണം. അതിനൊക്കെ ഈ 2025 ഒരു നല്ലൊരു വർഷമായിട്ട് നിങ്ങളത് എടുക്കണം. നമ്മുടെ വർഷമാണെന്ന് കൂട്ടിക്കൊണ്ട് 2025 അവസാനിക്കുമ്പോൾ നമ്മൾ പല ലക്ഷ്യങ്ങളും നേടും, പല അവസരങ്ങളും നമ്മളിലേക്ക് എത്തും എന്നൊക്കെ നമ്മൾ നിരന്തരം ഈ അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന നിങ്ങളുടെ സംസാരത്തിൽ, അതായത് നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും പറയുന്നത്, ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്നില്ല, കന്നഡ തന്നെ അല്ല മലയാളത്തിൽ തന്നെ പറയണമെന്നില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന ആ ഭാഷയിൽ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും. എന്താ പറയണ്ടേ, അതൊക്കെ നമ്മുടെ ലൈഫിൽ അതൊക്കെ സക്സസ് ആയിട്ട് വരും. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മാക്സിമം നമ്മൾ സന്തോഷിക്കണം ഏത് സാഹചര്യത്തിലും. നമുക്കിപ്പം ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയാം, ഐ ആം റിച്ച് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ. ഞാൻ സമ്പന്നതയുടെ നടുവിലാണ് ജീവിക്കുന്നത്, ദിനം പ്രതി എന്നിലേക്ക് സമ്പത്ത് ഒഴുകി വരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മാറ്റം വരും. ഭയങ്കര മാറ്റം വരും എന്ന് പറഞ്ഞാൽ അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ നല്ല നല്ല ചിന്തകളും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും മാത്രം നമ്മുടെ മനസ്സിൽ കൊടുക്കുക കേട്ടോ. ആവശ്യമില്ലാത്തതും വേണ്ടാത്തതും ഒന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് തന്നെ നമ്മളാവുന്നെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് ഒക്കെ നമ്മുടെ ചിന്തകളുടെ ഒരു ഭാഗമാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല ചിന്തിച്ചാൽ നമുക്ക് നല്ലത് കിട്ടും, ചീത്ത ചിന്തിച്ചാൽ നമുക്ക് ചീത്ത തന്നെ കിട്ടും. അപ്പം നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക. 2025 നമ്മുടെ മാത്രം വർഷമായിട്ട് മാറ്റാൻ എല്ലാവരും ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുക. നമുക്ക് ആരോടും എന്താ പറയണ്ടേ, ജലസി ആവട്ടെ, കുശുമ്പാവട്ടെ, അല്ലെങ്കിൽ വെറുപ്പാവട്ടെ, വിദ്വേഷം, അപ്പം എല്ലാം അത് നിരപരാധികം എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് എന്നും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും എല്ലാത്തിനും നമ്മൾ എണ്ണി നന്ദിയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ.